പ്രകാശേട്ടാ, ഞാനല്ല. എന്നെ വിനുവേട്ടനാണ് സത്യം. ഞാനത് എടുത്തിട്ടില്ല. പ്രകാശേ, മീനാക്ഷി മോഷ്ടിക്കില്ല മോനെ. ഒരു പെണ്ണും അവളുടെ ഭർത്താവിനെ കൊണ്ട് കള്ളസത്യം ചെയ്യില്ല. നീ അവളെ വിശ്വസിക്ക. കണ്ട, തൊണ്ടി മുതൽ കിട്ടി. കള്ളി കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രകാശേട്ടാ, മീനാക്ഷി മോഷ്ടിക്കില്ല. പിന്നെ നീയാണോ സ്വർണം ഇവളുടെ മുറിയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചത്? അത് ഞാനല്ല. അത്രയും വലിയ നിറകേടൊന്നും ഞാൻ ചെയ്യില്ല. വേറെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. മിണ്ടരുത് നീ. ഇതേ നിന്റെ തള്ള പ്രകാശന് ശ്രീധരൻ തന്ന സ്വർണ്ണ അല്ലത്. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതടി. പ്രകാശേട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യ അടിക്കുന്നത് അത്ര വലിയ ആണത്തുള്ള കാര്യമൊന്നുമല്ല. മീനാക്ഷി ഏതായാലും സ്വർണം മോഷ്ടിക്കുന്ന ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആര് വിശ്വസിക്കണ്ട, എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം. മതി, നിനക്ക് നഷ്ടപ്പെട്ട സ്വർണം കിട്ടിയില്ലേ? ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ആഹാ, എന്തു നല്ല നിർദ്ദേശം. ഉത്തരവാദിത്തമുള്ളൊരു നല്ല ഗ്രഹനാഥൻ. മോഷ്ടിച്ചവൾക്ക് ഈ വീട്ടിൽ നല്ല മഹിമ. നല്ല കഥ. എനിക്ക് പരാതിയുണ്ട്. എന്റെ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. പരാതിപ്പെടേണ്ടടുത്ത് ഞാൻ പരാതിപ്പെട്ടോളാം. അല്ല, പ്രകാശൻ നിന്ന് എന്തിനുള്ള പുറപ്പാടാ? ഞാനേ എന്റെ സ്വർണം മോഷ്ടിച്ച കാര്യം പോലീസിനെ അറിയിക്കും. പോലീസ് വരട്ടെ. മോനെ, ഇതൊരു കുടുംബം. ഇവിടെ പലതും നടക്കും. ചിലതൊക്കെ തെറ്റിദ്ധാരണകളാണ്. പിന്നീടത് മനസ്സിലാവും നമുക്ക്. പോലീസും കേസും ഒന്നും നമുക്ക് വേണ്ട. അത് കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്നതല്ല. ഓ, മനസ്സിലായി. ഈ വീട്ടിലൊരു കള്ളിയുണ്ടെന്ന് നാട്ടുകാരറിയരുത്. അതല്ലേ അമ്മയുടെ ആവശ്യം. പ്രകാശേട്ടാ, മീനാക്ഷി കള്ളിയല്ല. മീനാക്ഷി മോഷ്ടിക്കില്ല. നീ എങ്ങനെ പറയുന്നോണ്ട് അത് സത്യമാണെന്നില്ലല്ലോ. സത്യമെല്ലാവരും ഒരു കണ്ടതല്ലേ. പണത്തോടും പൊന്നിനോടും ആർത്തിയുള്ളവരാ മോഷ്ടിക്കാൻ നടക്കുന്നത്. കിട്ടിയ ഭാഗ്യങ്ങൾ തന്നെ സ്വർഗമായി കരുതുന്ന മീനാക്ഷി ഒരിക്കലും മോഷ്ടിക്കില്ല. നിർത്തടി നിന്റെ കൗൺസിലിംഗ്. പോലീസ് വരട്ടെ.